നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വൻ UDF തരംഗമുണ്ടായതിന് പിന്നിലെ വസ്തുതകൾ എന്ത്? വിചിത്രങ്ങളായ ചില വിശദീകരണങ്ങൾ ഇപ്പോൾ ചില കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു. 6 മാസം മുൻപ് കനകോലു കേരളത്തിലെത്തി സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ മെനഞ്ഞു. അതിൻ്റെ ഫലമാണത്ര ഇപ്പോൾ കാണുന്നത്. മറുവശത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കേരളത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തി. അതുകൊണ്ടാണത്രേ കേരളത്തിൽ വലിയ വിജയം കൊയ്തത്. പരമാവധി സീറ്റുകൾ വിജയിക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടു. തുടർന്ന് ദീപദാസ് മുൻഷിയും AICC സെക്രട്ടറിമാരുമൊക്കെ കേരളത്തിലെത്തി. അവരുടെ പ്രവർത്തന ഏകോപനമാണ് ഈ വിജയത്തിനു പിന്നിൽ എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് കനകോലു ടീം കേരളത്തിലെത്തി. താഴെത്തട്ടിലുള്ള അവസ്ഥ എന്ത് എന്നവർ പഠിച്ചു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും കൃത്യമായ റിപ്പോർട്ട് തേടി. പ്രചരണ രംഗത്തെ കുറവ് എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ മറികടക്കാം, ഏതൊക്കെ വിഷയങ്ങൾ പ്രചരണ വിഷയമാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കനകോലു പഠിച്ചു. ഹർഷ രമേശ് കനാദം എന്ന കർണാടക നേതാവിന് ചുമതല നൽകിയ കോൺഗ്രസ് വാർ റൂമിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം കനകോലു ടീമിൻ്റെയും സാന്നിധ്യം. ഇതാണത്രേ ഇത്ര വലിയ വിജയത്തിലെത്തിച്ചേർന്നത്. എന്നാൽ ഇത്തരം തള്ളുകളൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കണം. ഇത്തരം ശ്രദ്ധ ഹൈക്കമാൻഡ് ബീഹാറിലടക്കം എത്രയെത്ര സംസ്ഥാനങ്ങളിൽ ചെലുത്തിയതാണ്. എന്നിട്ട് അവിടെയൊന്നും കിട്ടാത്ത റിസൾട്ട് എന്തുകൊണ്ട് കേരളത്തിൽ ലഭിച്ചു? രാഹുൽ മാങ്കൂട്ടം വിഷയം മുക്കിക്കളഞ്ഞത് കനകോലുവിൻ്റെ ബുദ്ധിയാണ് എന്നൊക്കെയാണത്രേ ഇവർ പ്രചരിപ്പിക്കുന്നത്. അമ്പലക്കള്ളന്മാർ കടക്കുപുറത്തെന്ന പേരിൽ കൂട്ടത്തോടെ നേതാക്കളുടെ സമൂഹമാധ്യമ ക്യാമ്പയിന് പിന്നിൽ കനകോലുവിൻ്റെ ബുദ്ധിയാണ്. ജെൻസി തലമുറയെ കനകോലു പ്രത്യേകം കോൺഗ്രസിലേക്ക് അടുപ്പിച്ചു. സമൂഹമാധ്യമ ക്യാമ്പയിൻ ശക്തമാക്കി. ഇൻസ്റ്റാഗ്രാം വീഡിയോകളിൽ ജെൻസി കൂടുതൽ ആകൃഷ്ടരായി. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ നിരീക്ഷണങ്ങൾ. എന്നാൽ ഈ നിരീക്ഷണങ്ങൾക്കപ്പുറം പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പിണറായി വിജയൻ ഭരണത്തെ ജനങ്ങൾ അത്രയേറെ വെറുത്തു. അതിൻ്റെ പച്ചയായ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മുന്നിൽ കണ്ട കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾക്ക് ജനം കണ്ണടച്ച് വോട്ട് കൊടുത്തു. അതിൽ VD സതീശനെന്നോ രമേശ് ചെന്നിത്തലയെന്നോ K മുരളീധരനെന്നോ ജനം നോക്കിയില്ല. മുന്നിൽ കണ്ടവർക്കെല്ലാം അറിഞ്ഞം പുറഞ്ഞ വോട്ട് കൊടുത്തു. പല സ്ഥലങ്ങളിലും 3 മുന്നണികളിൽ വിജയിക്കാൻ സാധ്യതയുള്ളത് UDFനാണ് എന്ന് കണ്ടതോടെ BJPക്ക് പോലും വോട്ട് കൊടുക്കാതെ പിണറായി വിജയനോടും ഭരണത്തോടുമുള്ള എതിർപ്പ് ജനങ്ങളങ്ങ് പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സുഖമായി UDF തരംഗം സൃഷ്ടിച്ചു. VD സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ ഒന്നുണ്ടുറങ്ങി ഏമ്പക്കം വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഇതാ നിർത്താതെയുള്ള പടക്കം പൊട്ടിക്കലും ആഘോഷവും. കോൺഗ്രസ് തിമിർത്താടുകയാണ്. അതിലപ്പുറം UDF അർമാദത്തിലാണ്. ഈ വിജയത്തിന് പിന്നിലെ ക്രെഡിറ്റ് തൽക്കാലം കനകോലുവിന് കൊടുക്കാൻ സാധാരണ പ്രവർത്തകർക്ക് മനസ്സില്ല. കാരണം മുമ്പൊക്കെ ഭരണമുണ്ടായിരുന്നത് കൊണ്ട് അത്യാവശ്യം പിരിവൊക്കെ കിട്ടുമായിരുന്നു പ്രാദേശിക നേതാക്കൾക്ക്. ഇക്കുറി പിരിവ് പോയിട്ട് UDF മുന്നണി ചെന്ന് എന്തെങ്കിലുമൊക്കെ പണം ചോദിച്ചാൽ പോലും എല്ലാവരും ആട്ടിയകറ്റും. കാരണം കേരളത്തിലെ ജനങ്ങൾ അത്രയേറെ ദുരിതം അനുഭവിക്കുന്നു. സാമ്പത്തിക പരാധീനതകളാൽ നട്ടം തിരിയുന്നു. റേഷനരി വാങ്ങാൻ പോലും അവരുടെ കയ്യിൽ പണമില്ല. കുറച്ച് മണ്ണെണ്ണ വാങ്ങിയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാം എന്ന് പോലും കരുതുന്ന ഒട്ടനവധി ആളുകൾ കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഈ കോൺഗ്രസ് UDF വിജയത്തിൻ്റെ 12 വസ്തുതകൾ പരിശോധിക്കേണ്ടത്. ആ പരിശോധനയിൽ നിന്ന് എന്താണ് LDFന് സംഭവിച്ചതെന്നും എങ്ങനെയാണ് UDF വിജയിച്ചു കയറിയത് എന്നും നമുക്ക് എളുപ്പം മനസ്സിലാകും. കഴിഞ്ഞ 30 വർഷത്തെ പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കാം UDF ഇത്തരത്തിലൊരു തരംഗ മുന്നേറ്റം സൃഷ്ടിച്ചത്. എന്തെല്ലാം തള്ളലുകളാണ് കേരളം കേട്ടത്. കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ സംസാരിക്കുന്നത് തുടരും എന്ന പ്രയോഗം. 3ാം മന്ത്രിസഭയും താൻ ഉണ്ടാക്കും എന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു പിണറായി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് തലങ്ങളിൽ വലിയ സംഘടനാ സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് CPM എപ്പോഴും അവകാശപ്പെട്ടിരുന്നു. സമഗ്രാധിപത്യമെന്നാണ് അതിനെ പാർട്ടി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സമഗ്രാധിപത്യമുണ്ടായിരുന്ന മേഖലകൾ പോലും ഇപ്പോൾ പാർട്ടിയെ കൈവിട്ടു. ക്ഷേമ പെൻഷനോ വികസന നേട്ടങ്ങളോ ഒന്നും വോട്ടിൽ പ്രതിഫലിച്ചില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഘടകം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്? അതിൻ്റെ മുഖ്യ കാരണം ഇതുതന്നെ. BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പിടിമുറുക്കി. എന്നാൽ എന്തുകൊണ്ട് അവർക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ എണ്ണം അധികം കൂട്ടാൻ കഴിഞ്ഞില്ല, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം. തൽക്കാലം ജനം നോക്കിയത് വിജയസാധ്യതയാണ്. UDF വിജയിക്കട്ടെ, അങ്ങനെയെങ്കിലും LDF ഒന്ന് തോറ്റമ്പി കണ്ടാൽ മതി ജനത്തിന്.
BJP മുന്നണിയിലേക്ക് വോട്ടുകൊടുത്താൽ UDFിന്റെ വിജയസാധ്യത മങ്ങും, അതുവഴി LDF സൂത്രത്തിൽ വിജയിച്ചു കയറും എന്നവർ ഭയപ്പെട്ടു. എന്നാൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇരട്ടി മധുരം നേടി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ ഭരണം ഉൾപ്പെടെ മികച്ച മുന്നേറ്റം അവർ കാഴ്ചവെക്കുന്നു. തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, കോഴിക്കോട് നഗരസഭയിലും അവർ ഉയർത്തിയ ആ സാന്നിധ്യം ശ്രദ്ധേയമാണ്. NDA സംസ്ഥാനത്തുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് BJP ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത്. NDA മുന്നണിയുടെ ഈ സാന്നിധ്യം പരിശോധിക്കുമ്പോൾ മറ്റു ചില ചരിത്ര വസ്തുതകൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ 4 എണ്ണവും UDF പിടിച്ചെടുത്തു, ഒരെണ്ണം BJP ഉൾപ്പെടുന്ന NDA മുന്നണി. ഇനി കോഴിക്കോടിൻ്റെ കാര്യമെടുത്താൽ അവിടുത്തെ സീറ്റുകളുടെ കണക്ക് നമുക്കെല്ലാം ബോധ്യപ്പെടുത്തി തരും. കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ CPMന് കഴിഞ്ഞു. എന്നാൽ UDFും BJPയും ഒക്കെ തീരുമാനിക്കണം ഇനി ആര് അവിടെ ഭരിക്കണമെന്ന്. LDFിന്റെ കോട്ടകളായ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളാണ് ഇപ്പോൾ UDF അങ്ങ് അടിച്ചെടുത്തിരിക്കുന്നത്. കോർപ്പറേഷനുകൾക്കപ്പുറം മുനിസിപ്പാലിറ്റികളിലെ UDFിന്റെ തിളക്കമാർന്ന വിജയം. ഇവിടെ നമ്മൾ കാണേണ്ട ശ്രദ്ധേയമായ ഒരു വസ്തുതയുണ്ട്. നഗര കേന്ദ്രീകൃതമായ ജനങ്ങൾ ഇപ്പോൾ UDFിലേക്ക് അടുക്കുന്നു. അവർ LDFിനെ പച്ചയ്ക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന പച്ച പരമാർത്ഥമാണ് ഇവിടെ നമ്മൾ കൂടുതൽ തിരിച്ചറിയേണ്ടത്. കേരളത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലുള്ളവരെ ഇപ്പോഴും ഒരുപക്ഷെ CPM ചില മസ്തിഷ്ക പ്രക്ഷാളനങ്ങളിലൂടെ ഒപ്പം നിർത്തുന്നുണ്ടാവാം. എന്നാൽ നഗരമേഖലയിൽ ഇതൊന്നും അത്ര എളുപ്പമല്ല എന്ന് പാർട്ടി ഇനി തിരിച്ചറിയണം. മുനിസിപ്പാലിറ്റികളിലാണ് UDFിന്റെ മറ്റൊരു മികച്ച മുന്നേറ്റം. 86 മുനിസിപ്പാലിറ്റികളിൽ 54 എണ്ണവും UDFിനൊപ്പം. ഇതിൽ 40 എണ്ണത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് UDF നേടിയിരിക്കുന്നത്. LDF 28 മുനിസിപ്പാലിറ്റികളിലാണ് ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്നത്. എന്നാൽ NDAയുടെ തിളക്കമാർന്ന മറ്റൊരു വിജയം ഇവിടെ കാണാതിരിക്കാൻ കഴിയില്ല. പന്തളം, പാലക്കാട് എന്നിവിടങ്ങളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ജില്ലാ പഞ്ചായത്തുകളിലാണ് മറ്റൊരു തിളക്കമാർന്ന വിജയം UDFിന്. ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് LDF നേടിയപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. 2020 എറണാകുളം, വയനാട്, മലപ്പുറം ജില്ലാ പഞ്ചായത്തുകൾ മാത്രമായിരുന്നു UDFിനുണ്ടായിരുന്നത്. മലപ്പുറം എല്ലാ കാലത്തും UDFിനൊപ്പം നിൽക്കും, മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം തന്നെ. എന്നാൽ ഇക്കുറി മധ്യ തിരുവിതാംകൂറിൽ സംഭവിച്ച വലിയ അട്ടിമറി. കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണയോടെ LDF ആ വോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ധരിച്ചിരുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകൾ അടപടലം UDFിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന ചരിത്ര വസ്തുത ഇനിയെങ്കിലും LDF മനസ്സിലാക്കേണ്ടതുണ്ട്. വടക്കൻ മലബാറിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സഹകരണത്തിൽ. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് തിരികെ വന്നിരിക്കുന്നു. കോഴിക്കോട്, മലപ്പുറം മേഖലയിലെ മുസ്ലിം സമുദായ വോട്ടുകൾ പൂർണ്ണമായും ഇപ്പോൾ UDFിന് അനുകൂലമായി തീർന്നിരിക്കുന്നു. ജമാഅത്ത്, സമസ്തെ തുടങ്ങി സർവ്വ സംഘടനകളെയും ഭയപ്പെടുത്തി ഓടിച്ച LDFിന് ഇത് വിനയായി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. മറ്റൊരു തലത്തിൽ ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കാനുള്ള LDFിൻ്റെ നീക്കം അടപടലം പാളി. ഹൈന്ദവ വോട്ടുകളിൽ വലിയൊരു വിഭാഗം BJP ഉൾപ്പെടുന്ന NDA മുന്നണിയിലേക്ക് ഒഴുകി എന്ന പരമാർത്ഥം. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ഇക്കുറി കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുകളാണ് UDF പിടിച്ചെടുത്തത്. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഭരണവും UDF പിടിച്ചെടുത്തു. LDFിന് ലഭിച്ചത് വെറും 63 ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രം. 2020 113 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് LDF ഭരിച്ചത്. അവിടെ നിന്നാണ് മുച്ചൂടും താഴേക്കുള്ള ഈ വീഴ്ച. ഇത്തവണ LDFിൻ്റെ നഷ്ടം 48 ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഇതിൽ പരം എന്ത് നഷ്ടമാണ് LDFിന് സംഭവിക്കാനുള്ളത്? 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ 517 എണ്ണമാണ് LDF പിടിച്ചെടുത്തിരുന്നത്. 2025 ആ എണ്ണം 341 കൂപ്പുകുത്തി. 2020 വെറും 351 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം ഭരിച്ച UDF ആവട്ടെ 2025 504 ഭരണം പിടിച്ച് അവർ കുതിപ്പ് തുടരുന്നു. ഇവിടെ നമ്മൾ NDAയുടെ ഒരു വലിയ വളർച്ച കാണാതിരിക്കരുത്. 2020 12 ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു അവർക്ക് ഭരണം. ഇക്കുറി അത് 25 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വളർന്നു. മറ്റൊരു ചരിത്ര വസ്തുത കൂടി ഇവിടെ ചേർത്ത് വായിക്കണം. 70 ഇടങ്ങളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല.
70 ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല എന്നതിന് കാരണം NDAയുടെ വളർച്ച തന്നെ. ഗ്രാമപഞ്ചായത്തുകളിൽ 367 ബ്ലോക്ക് പഞ്ചായത്തിൽ 75 ജില്ലാ പഞ്ചായത്തിൽ 7 മുനിസിപ്പാലിറ്റിയിൽ 40 കോർപ്പറേഷനിൽ 3 UDF ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം നേടിയെടുത്തു. എറണാകുളം, മലപ്പുറം ജില്ലകളിൽ UDFന്റെ മേൽക്കോയ്മയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തിനേറെ കിഴക്കമ്പലത്ത് പോലും വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ 2020 വിറപ്പിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം തുടങ്ങി മധ്യ കേരളം പൂർണ്ണമായി UDFിലേക്ക് ചാഞ്ഞത് LDFന്റെ നെഞ്ചിടിപ്പുയർത്തും. കാരണം തെക്കൻ കേരളം പോലും ഇപ്പോൾ LDFന് അത്ര ഭദ്രമല്ല. ബലാബലമെന്നൊക്കെ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ അടപടലം പാളി. കേരളത്തിന്റെ മണ്ണിൽ UDF ഒരു വൻമരമായി മാറിയപ്പോൾ LDF ശുഷ്കിച്ച് അറബിക്കടലിൽ പതിക്കുന്ന കാഴ്ച ബംഗാളിൽ സംഭവിച്ചതിന് സമാനമാവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ CPMന്റെ അവസ്ഥയെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണക്കൊള്ള കൊടുങ്കാറ്റിൽ അടപടലം കടപുഴകി LDF വീഴുമ്പോൾ UDFന് ഇത് വ്യക്തമായ സന്ദേശമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടുറപ്പോടെ പ്രവർത്തിച്ചാൽ ഭരണം ഈസിയായി ഇങ്ങ് പോരും. കയ്യിൽ പണമുണ്ടായിരുന്നില്ല എങ്കിലും കയ്യും കെട്ടി നോക്കി നിൽക്കാതെ പ്രചരണത്തിലും പ്രവർത്തനത്തിലുമൊക്കെ UDF കൈക്കരുത്ത് കാട്ടി. ഏറെക്കുറെ കുറ്റമറ്റ സ്ഥാനാർത്ഥികളെ എല്ലാ സ്ഥലങ്ങളിലും മത്സരിപ്പിക്കാൻ UDFന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിമതർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയും അതിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ അറസ്റ്റിലായതും UDFന്റെ പ്രചരണ ആയുധമായി മാറി. സംസ്ഥാന നേതാക്കൾ ജില്ലകളിലെത്തി കൃത്യമായ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. ഇക്കുറി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ചാണ്ടി ഉമ്മൻ, K. മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ. എന്നാൽ LDFിലാകട്ടെ സംസ്ഥാന നേതാക്കളൊന്നും പ്രചരണത്തിനെത്തിയില്ല. എല്ലാവരും ഭയപ്പെട്ട് പിന്നോട്ട് മാറി നിന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ UDFന്റെ കുതിപ്പാണ് കാണുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ 100 സീറ്റുകളുടെ ഭൂരിപക്ഷം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ UDF ഉറപ്പിക്കുന്നു. പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്നീ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൂടെ ജനം പറയുന്നു. നഗരഹൃദയങ്ങൾ UDFനെ വാരിപ്പുണരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നഗരവാസികൾ കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്നു. LDFന്റെ വികസന നേട്ട പ്രചരണമാണ് നഗരവാസികൾ പൊളിച്ചെഴുതിയത് എന്ന് നമ്മൾ തിരിച്ചറിയുക. തള്ളുകൾ കൊണ്ട് ഇനിയും കേരളത്തെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.